കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ തർക്കങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ 3-ാം തീയതി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് പറയുന്നത്. ഏതായാലും കോൺഗ്രസിനകത്ത് വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കമാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തൊട്ട് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ഏതാണ്ട് മെയ് 4-ാം തീയതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF അതിന് വലിയ ഭൂരിപക്ഷം കിട്ടി. എന്നിട്ട് പോലും 3 പേർ തമ്മിലുള്ള തർക്കമായിരുന്നു. ഒന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവണോ, അതോ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാവണോ, അതോ രമേശ് ചെന്നിത്തലയാവണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ തർക്കമായിരുന്നു നടന്നിരുന്നത്. ഈ തർക്കത്തിനകത്തൊക്കെ പുറത്തുള്ള കക്ഷികളുടെ ഇടപെടലുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയത്ത് ഒരു ഭാഗത്ത് കോൺഗ്രസിലെ ഭൂരിപക്ഷം MLA മാരും KC വേണുഗോപാലിനെ പിന്തുണച്ച സമയത്ത് VD സതീശനെ പിന്തുണയ്ക്കാൻ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് ഉണ്ടായിരുന്നത്. അവസാനം മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി MLA മാരിൽ ബഹുഭൂരിഭാഗവും പിന്തുണച്ച KC വേണുഗോപാലിനെ ഒഴിവാക്കിക്കൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴിതാ കർണാടകത്തിൽ മറ്റൊരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, സിദ്ധരാമയ്യ എന്ന് പറയുന്ന കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു പരമ്പരാഗത കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിരുന്നു. അതായത് നിതീഷ് കുമാർ, ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ ആളുകളെ പോലെയുള്ള ഒരു സോഷ്യലിസ്റ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ജനതാദൾ, ദേവഗൗഡയുടെയൊക്കെ പാർട്ടിയായിരുന്നു ജനതാദൾ S. 2005 അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ പുറത്തു വരികയോ ചെയ്തിരുന്നു. അതായത് ഒരു പഴയ ജനതാദളുകാരനായിരുന്നു സിദ്ധരാമയ്യ. സിദ്ധരാമയ്യക്കുള്ളൊരു മറ്റൊരു മുഖം എന്ന് പറയുന്നത് അദ്ദേഹം പിന്നോക്ക വിഭാഗക്കാരനായിരുന്നു, OBC-കാരനായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഞങ്ങൾ പിന്നോക്കക്കാരുടെ ആളുകളാണ് എന്നാണ് പലപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത്. BJP-ക്കെതിരെ വലിയ പ്രചരണം നടത്താനൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് പിന്നോക്ക വർഗ്ഗക്കാരുടെ, ദളിത് വർഗ്ഗക്കാരുടെ ഒക്കെ താല്പര്യം എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള ചുരുക്കം ചില മുഖ്യമന്ത്രിമാർ, അതായത് ഹിമാചൽ പ്രദേശ്, കേരളം, കർണാടകം, അങ്ങനെയുള്ള ചുരുക്കം സംസ്ഥാനം, തെലുങ്കാന മുഖ്യമന്ത്രിമാരിൽ OBC-കാരനായിട്ടുള്ള ഒരേ ഒരാളാണ് സിദ്ധരാമയ്യ. അങ്ങനെ OBC-കാരനായ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരനായ ഒരേ ഒരു മുഖ്യമന്ത്രിയെ മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് വരുന്ന സമയത്ത് അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അതായത് തങ്ങൾ പിന്നോക്ക പാർട്ടിയാണ് എന്നുള്ള ഒരു മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴാൻ പോകുന്നത് എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആൾ ഒരു ചില്ലറക്കാരനല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ജനതാദളിൽ നിന്ന് വന്നതാണ്. 2013 അദ്ദേഹം മുഖ്യമന്ത്രിയായി. എങ്ങനെ 2013 മുഖ്യമന്ത്രിയായത്? 2013 മുഖ്യമന്ത്രിയായ സമയത്ത് ഇപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെക്കായിരുന്നു കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധരാമയ്യ പറഞ്ഞു എന്നെ മുഖ്യമന്ത്രിയാക്കണം. അപ്പോൾ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്കകത്ത് റിവോൾട്ട് ഉണ്ടാകും എന്ന് ഉറപ്പായി. അതായത് ഭരണം വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥയിലാണ് സിദ്ധരാമയ്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് 2013 അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല. 3 പാർട്ടികളാണ് കർണാടകത്തിൽ അന്ന് ഇന്നും അങ്ങനെ തന്നെ കാര്യമായിട്ടുണ്ടായിരുന്നത്: കോൺഗ്രസ്, BJP, ജനതാദൾ. അപ്പം ഇതിനകത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം BJP-യെ എത്താതിരിക്കാൻ വേണ്ടി 2018 എന്താ ചെയ്തത്? അവർ ദേവഗൗഡയുടെ മകൻ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നു. ഇതിനെ സിദ്ധരാമയ്യ എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവസാനം കോൺഗ്രസിൻ്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് സിദ്ധരാമയ്യ ഈ ഒരു കോൺഗ്രസ് JDS സഖ്യത്തിന് സമ്മതിക്കുന്നത്. പിന്നീട് ആ സഖ്യം പൊളിഞ്ഞു. പിന്നെ BJP മുഖ്യമന്ത്രിയെ, അത് മറ്റൊരു കാര്യം. 2023 മെയ്യിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്ന് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് 2 അവകാശികളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനുണ്ടായിരുന്നത്. ഒന്ന് DK ശിവകുമാർ. കാരണം DK ശിവകുമാർ പറയുന്നത് താനാണ് വിജയത്തിൻ്റെ ശില്പി എന്നാണ് DK ശിവകുമാർ പറഞ്ഞിരുന്നത്. മറുഭാഗത്ത് സിദ്ധരാമയ്യ. ഇതൊരു വലിയൊരു ഫൈറ്റായിരുന്നു. അവസാനം പലരും പറഞ്ഞത്, നമുക്ക് ആ യോഗത്തിലൊന്നും നമ്മൾ പങ്കെടുക്കാത്തതുകൊണ്ട്, പക്ഷെ ഒരു പൊതുവായി ഉണ്ടായ ധാരണ 2.5 വർഷം സിദ്ധരാമയ്യ ആവട്ടെ, പിന്നീട് 2.5 വർഷം ആയിരിക്കും ഈ ശിവകുമാർ ആവും എന്നുള്ളത്. ശിവകുമാർ എന്ന് പറയുന്നത് വൊക്കലിഗ സമുദായത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവാണ്. മറുഭാഗത്ത് സിദ്ധരാമയ്യക്ക് ഒരു പിന്നോക്ക വിഭാഗം നേതാവ് എന്നുള്ളൊരു ഇമേജ് ഉണ്ട്.
സിദ്ധരാമയ്യ അധികാരം ഏറ്റെടുത്തതു മുതൽ, അതായത് വലിയ സമ്മർദ്ദത്തെ തുടർന്നാണ് സിദ്ധരാമയ്യ അധികാരം ഏറ്റെടുത്തത്. ആ സിദ്ധരാമയ്യ അധികാരം ഏറ്റെടുത്തത് മുതൽ ഡി കെ ശിവകുമാറിൻ്റെ ആളുകൾ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ മാറ്റണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ശിവകുമാർ എന്ന് പറയുന്നത് വലിയ സാമ്പത്തികമുള്ള ആളാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിൻ്റെ ഇലക്ഷനൊക്കെ സഹായിക്കാൻ പറ്റുന്ന വളരെ ശക്തനായ നേതാവാണ്, വലിയ മുതലാളിയാണ്. അദ്ദേഹത്തിനും കുറേ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ സിദ്ധരാമയ്യെ പോലെയുള്ളൊരു പോപ്പുലർ നേതാവാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും രാഹുൽ ഗാന്ധിക്കൊക്കെ സിദ്ധരാമയ്യയുടെ നേതൃത്വം അംഗീകരിക്കേണ്ടി വന്നു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചു. അപ്പോൾ പല സമയത്തും ഈ ഡി കെ ശിവകുമാറിൻ്റെ അനുയായികൾ, പ്രത്യേകിച്ച് വൊക്കലിഗയുടെ സാമുദായിക നേതാക്കൾ വരെ, അതായത് അവരുടെ ഓരോ ലിംഗായത്തിനാണെങ്കിലും വൊക്കലിഗയ്ക്കാണെങ്കിലും ഒക്കെ ആത്മീയ നേതാക്കന്മാരുണ്ടാവും, സ്വാമിമാരുണ്ടാവും. ആ സ്വാമിമാരൊക്കെ തന്നെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യമായിട്ട് വന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇതിനെയൊക്കെ പരസ്യമായിട്ട് തള്ളിക്കൊണ്ട് സിദ്ധരാമയ്യ പറഞ്ഞു, ഇപ്പോൾ നോ വേക്കൻസി, മുഖ്യമന്ത്രി പദത്തിൽ യാതൊരു ഒഴിവുമില്ല എന്നാണ് അദ്ദേഹം. തീർത്തും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. കാരണം രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയുടെ കൂടെയായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ എങ്ങനെയാണ് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായത്? ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായത് പ്രിയങ്ക ഗാന്ധിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് പറയുന്നത്. അവസാനം ശിവകുമാറിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു. സിദ്ധരാമയ്യ ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറയാം. കാരണം തൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട്, കാരണം എത്രയധികം എതിർപ്പുകൾ ഉണ്ടായ സമയത്തും തൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന രാഹുൽ ഗാന്ധി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്നു. ഈ പ്ലേറ്റ് മാറ്റിയത് ശിവകുമാർ പ്രിയങ്ക ഗാന്ധിയെ സ്വാധീനിച്ചത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും കോൺഗ്രസ് അങ്ങനെ ഒരു അധികാര കൈമാറ്റം നടത്തുകയാണ് അവസാന ഘട്ടത്തിൽ. കാരണം ഇനി 2028 മെയ്യിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 2 വർഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിസഭ നന്നായിട്ട് പോകണം. പക്ഷേ സിദ്ധരാമയ്യ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കളിക്കാരനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം ജനതാദളിൻ്റെ കളത്തിൽ നിന്നാണ് കളി പഠിച്ചു വന്നത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കളത്തിൽ നിന്നാണ് കളി പഠിച്ചു വന്നത്. ഒരു പിന്നോക്ക വിഭാഗം നേതാവ് എന്നുള്ള രീതിയിലുള്ളൊരു ഇമേജ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായ സമയത്തൊക്കെ. പിന്നെ കുറേ ആളുകൾക്ക് പെട്ടെന്ന് അനുകൂലമാണെന്ന് തോന്നുന്ന ചില ക്ഷേമ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അധികാര കൈമാറ്റം അത്ര സ്മൂത്തായിട്ട് പോവില്ല എന്നുള്ളതിൻ്റെ ബഹിർസ്ഫുരണമാണ് പല സ്ഥലത്തും നടക്കുന്ന പ്രകടനങ്ങൾ. അത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ബീദാർ, ബീജാപ്പൂർ, ധാർവാഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇയാളുടെ അനുയായികൾ, സിദ്ധരാമയ്യയുടെ അനുയായികൾ പരസ്യമായിട്ട് പ്രകടനം, കോൺഗ്രസ്സുകാരൊക്കെ പരസ്യമായിട്ട് പ്രകടനം നടത്തുകയാണ്. കോൺഗ്രസ്സിൽ ഇതൊന്നും ഒരുപക്ഷെ ആദ്യമായിരിക്കില്ല സംഭവങ്ങളൊക്കെ. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ്സിലെ കാര്യങ്ങൾ വളരെ സ്മൂത്താണ് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യങ്ങൾ വളരെ അപകടം പിടിച്ച രീതിയിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങൾ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2028 തെരഞ്ഞെടുപ്പിൽ ഇനി കോൺഗ്രസ്സിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം ഇതുവരെ കോൺഗ്രസ്സിന് ഏറ്റവും അധികം ആശ്വാസം നൽകിയിരുന്നത് കർണാടകയായിരുന്നു. നമുക്കറിയാം 1977, അതായത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വലിയ ദേശീയ തലത്തിൽ വലിയ ജനവികാരമുണ്ടായി. കോൺഗ്രസ് വർഷങ്ങളുടെ പാരമ്പര്യത്തിന് ശേഷം അധികാരത്തിന് തൂത്തെറിയപ്പെട്ടു. യു പിയിലൊക്കെ അന്നത്തെ 85 സീറ്റിൽ 85 സീറ്റും ജനതാ പാർട്ടിക്ക് ലഭിച്ചു. മധ്യപ്രദേശിലെ 40 സീറ്റിൽ 40 സീറ്റ് ലഭിച്ചു. രാജസ്ഥാനിൽ 25 സീറ്റിൽ 25 സീറ്റ് ലഭിച്ചു. ഡൽഹിയിൽ 7 സീറ്റിൽ 7 സീറ്റ് ലഭിച്ചു. അങ്ങനെ വടക്കേ ഇന്ത്യ മൊത്തം കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ സമയത്തും കോൺഗ്രസ്സിന് സംരക്ഷകരായിട്ടുണ്ടായിരുന്നത് തെക്കേ ഇന്ത്യയായിരുന്നു, കർണാടകയായിരുന്നു, ആന്ധ്രയായിരുന്നു, കേരളമായിരുന്നു. അങ്ങനെ 28 നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളുടെ സംസ്ഥാനമാണ് കർണാടകം. ആ കർണാടകത്തിലെ ഭരണം അല്ലെങ്കിൽ കർണാടകത്തിൽ ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. 2023 കോൺഗ്രസിന് അധികാരത്തിൽ വരാനും കഴിഞ്ഞു കർണാടകത്തിൽ. ആ കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനെ തുടർന്നാണ് വീണ്ടും പ്രതിപക്ഷ നിരയൊക്കെ ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് മുന്നിട്ടിറങ്ങുകയും ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ ബീഹാറിലും പാറ്റ്നയിലും ബാംഗ്ലൂരിലും ബോംബെയിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതൃയോഗങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷേ ഇനി കാര്യങ്ങൾ വളരെ അതേ കോൺഗ്രസിന് ആനുകൂല്യം ലഭിച്ചിരുന്ന കർണാടക കോൺഗ്രസ് തിരിച്ചടിക്കാൻ പോവുകയാണ്. കാര്യങ്ങൾ ഒട്ടും സ്മൂത്തായിട്ടല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. കളി തുടങ്ങിയിരിക്കുകയാണ് സിദ്ധരാമയ്യ. ഡി കെ ശിവകുമാറിന് അദ്ദേഹം അങ്ങനെ സ്മൂത്തായിട്ട് ഭരിക്കാൻ അദ്ദേഹം വിടില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തം എന്ന് പറയുന്നത്
സിദ്ധരാമയ്യയെ പോലുള്ളൊരു പിന്നോക്ക വിഭാഗ നേതാവിന്, അത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് അതൊരു ഇമേജിന് ക്ഷീണമുണ്ടാകും. കാരണം ഒരു പിന്നോക്ക വിഭാഗ നേതാവിനെ അധികാരത്തിന് പുറത്താക്കി. ഇപ്പോൾ കേരളത്തിൽ തന്നെ അവരൊരു പിന്നോക്ക വിഭാഗ നേതാവിനല്ല ആക്കിയിരിക്കുന്നത്. തെലങ്കാനയിൽ അങ്ങനെയല്ല ആക്കിയിരിക്കുന്നത്, ഹിമാചൽ പ്രദേശിൽ അങ്ങനെയല്ല ആക്കിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി പറയുന്നു, പിന്നോക്ക ഇതരായ ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. ഒരേ ഒരു പിന്നോക്ക വിഭാഗ മുഖ്യമന്ത്രിയെ അവർ മാറ്റിയിരിക്കുന്നു. ആ ആളാണെങ്കിൽ കളിക്കുന്ന കാര്യത്തിൽ ഒട്ടും പറയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് 2028 കർണാടകത്തിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പോൾ തന്നെ ഉറപ്പായിരിക്കും.